നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് മൗലികാവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ആർട്ടിക്കിൾ 12 to 35. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കി എന്താണ് മൗലികാവകാശങ്ങൾ, ഏതൊക്കെയാണെന്ന് നോക്കി. 6 മൗലികാവകാശങ്ങൾ നമ്മൾ കണ്ടു. ഇന്ന് അതിലെ ആർട്ടിക്കിൾ 14 to 18 സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഇക്വാലിറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ആദ്യം നോക്കുന്നത്. ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ്. നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകണമെന്ന് പ്രസ്താവിക്കുന്നതാണ് ആർട്ടിക്കിൾ 14. നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകണമെന്ന് പ്രസ്താവിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 14. അടുത്തത് ആർട്ടിക്കിൾ 15. Prohibition of discrimination on grounds of religion, race, caste, sex or place of birth. രാജ്യത്തെ പൗരന്മാർക്കിടയിൽ വംശം, മതം, ജാതി, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നതാണ് ആർട്ടിക്കിൾ 15. രാജ്യത്തെ പൗരന്മാർക്കിടയിൽ വംശം, മതം, ജാതി, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 15. അങ്ങനെ പറയുന്നുണ്ടെങ്കിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 15. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. അടുത്തത് ആർട്ടിക്കിൾ 16. ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ്. പൊതു തൊഴിലുകളിൽ തുല്യ അവസരം ഉറപ്പു നൽകുന്നു. സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 16. അപ്പോൾ ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത് ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ ദ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ്. പൊതു തൊഴിലുകളിൽ തുല്യ അവസരം ഉറപ്പു നൽകുന്നു. സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 16. അടുത്തത് ആർട്ടിക്കിൾ 17. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആൻഡ് പ്രൊഹിബിഷൻ ഓഫ് ഇറ്റ്സ് പ്രാക്ടീസ്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനാ വകുപ്പ് ആണ് ആർട്ടിക്കിൾ 17. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്നതാണ് ഈ ആർട്ടിക്കിളിൽ. അയിത്തോച്ചാരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് ഏത് നിയമമനുസരിച്ചാണ്? സിവിൽ അവകാശ സംരക്ഷണ നിയമം, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955. അയിത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് സിവിൽ അവകാശ സംരക്ഷണ നിയമം, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് 1955. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന ആർട്ടിക്കിൾ 17. അടുത്തത് ആർട്ടിക്കിൾ 18. അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എക്സെപ്റ്റ് മിലിറ്ററി ആൻഡ് അക്കാദമിക്. സൈനികവും അക്കാദമികവുമായ പദവികൾ ഒഴികെ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക പദവികളെ അല്ലെങ്കിൽ ബഹുമതികളെ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18. റൈറ്റ് ടു ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്ന അനുച്ഛേദം 14. എല്ലാവർക്കും തുല്യ നിയമം പരിരക്ഷ നൽകണമെന്ന് പ്രസ്താവിക്കുന്ന അനുച്ഛേദം 14. സാമൂഹ്യ നീതിയെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം 15. പൗരന്മാർക്കിടയിൽ വംശം, മതം, ജാതി, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് പ്രസ്താവിക്കുന്ന അനുച്ഛേദം 15. സർക്കാർ ഉദ്യോഗങ്ങളിലെ അവസര സമത്വം ഉറപ്പു നൽകുന്നു എന്ന് പ്രസ്താവിക്കുന്ന അനുച്ഛേദം 16. തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ അയിത്തത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്ന അനുച്ഛേദം 17. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ പാസാക്കിയ അനുച്ഛേദം 17. അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് പാർലമെൻറ്റ് പാസാക്കിയ വർഷം 1955. അയിത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് ഏത് നിയമമനുസരിച്ചാണ്? സിവിൽ അവകാശ സംരക്ഷണ നിയമം, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955. സൈനികവും അക്കാദമികവുമായ പദവികൾ ഒഴികെയുള്ള പ്രത്യേക പദവികളെ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 18.
സ്റ്റേറ്റിൻ്റെ നിർവചനവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 12. മൗലിക അവകാശങ്ങൾക്ക് വിരുദ്ധമായതോ അവഹേളിക്കുന്നതോ ആയ നിയമനിർമ്മാണം നടപ്പാക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം 13. അടുത്തൊരു മൗലികാവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം. ആർട്ടിക്കിൾസ് 19 to 22. ആർട്ടിക്കിൾ 19. പ്രൊട്ടക്ഷൻ ഓഫ് 6 റൈറ്റ്സ് റിഗാർഡിംഗ് ഫ്രീഡം. പൗരന്മാർക്ക് 6 അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യങ്ങൾ നൽകുന്നു. അതാണ് ആർട്ടിക്കിൾ 19 പറയുന്നത്. മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫണ്ടമെന്റൽ ഫ്രീഡം. ആർട്ടിക്കിൾ 19 വരുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങൾ. ഒന്നാമത്തെ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം. അതാണ് ഒന്നാമത്തെ മൗലിക സ്വാതന്ത്ര്യം. രണ്ടാമത്തെ അസംബ്ലി, ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. 3. അസോസിയേഷൻ, സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. 4. മൂവ്മെന്റ്, സഞ്ചാര സ്വാതന്ത്ര്യം. 5. റെസിഡൻസ്, ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. 6. പ്രൊഫഷൻ, മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19 പറയുന്നത് 6 എണ്ണമാണുള്ളത്. പൗരന്മാർക്ക് 6 അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. 1. സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, 2. അസംബ്ലി, 3. അസോസിയേഷൻ, 4. മൂവ്മെന്റ്, 5. റെസിഡൻസ്, 6. പ്രൊഫഷൻ. അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം, ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, മാന്യമായി ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇത് ഓർത്തു വയ്ക്കാനൊരു കോഡ് പോലെ ഒരു ഇതാണ് SAM-RP. SAAMRP. SAM-RP. S. സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. A. അസംബ്ലി. A. അസോസിയേഷൻ. M. മൂവ്മെന്റ്. RP. R. റെസിഡൻസ്. P. പ്രൊഫഷൻ. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 19. പത്രസ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് 19. ആർട്ടിക്കിൾ 20. പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ്. കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ സംബന്ധിച്ച സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. ഏതൊക്കെയെന്ന് നോക്കാം. നോ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ, മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസാക്കാൻ പാടില്ല. അടുത്തത് നോ ഡബിൾ ജിയോപാർഡി, ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. 3. നോ സെൽഫ് ഇൻക്രിമിനേഷൻ, ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തിയെ അയാൾക്ക് എതിരായി തെളിവ് നൽകുന്നതിന് നിർബന്ധിക്കാൻ പാടില്ല. ഈ 3 എണ്ണമാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. 1. മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസാക്കാൻ പാടില്ല. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തിയെ അയാൾക്ക് എതിരായി തെളിവ് നൽകുന്നതിന് നിർബന്ധിക്കാൻ പാടില്ല. അടുത്തത് ആർട്ടിക്കിൾ 21. പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. അടുത്തത് മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്ന് പറയപ്പെടുന്നത് ആർട്ടിക്കിൾ 21. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ആർട്ടിക്കിൾ 21 പ്രകാരമാണ്. അടുത്തത് ആർട്ടിക്കിൾ 21A. റൈറ്റ് ടു എലമെൻ്ററി എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദമാണ് 21A. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 86-ാം ഭേദഗതി, 2002 വന്ന 86-ാം ഭേദഗതിയാണ്. ബില്ല് 93-ാം ഭേദഗതി ബില്ലാണ്. അപ്പോൾ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 86-ാം ഭേദഗതി 2002. ബില്ല് എന്ന് പറയുന്നത് 93-ാം ഭേദഗതി ബില്ലാണ്. അടുത്തത് ആർട്ടിക്കിൾ 22. പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഇൻ സർട്ടൻ കേസസ്. നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്നു. ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 22.
നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും കരുതൽ തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്നതാണ് ആർട്ടിക്കിൾ 22. ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 22. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. മൗലികാവകാശങ്ങളുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ 19. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ 21. സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 14, 19, 21. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം 21A. സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 86-ാം ഭേദഗതി 2002. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. അടിയന്തരാവസ്ഥ കാലത്ത് രാഷ്ട്രപതി റദ്ദ് ചെയ്യാതെ സ്വയം റദ്ദാവുന്ന ആർട്ടിക്കിളാണ് 19. അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യാൻ പറ്റാത്ത മൗലികാവകാശമാണ് ആർട്ടിക്കിൾ 20, 21. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കിയത് മൗലികാവകാശങ്ങളിലെ 2 അവകാശങ്ങളെക്കുറിച്ചാണ്. ഒന്ന്, സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഇക്വാലിറ്റി, ആർട്ടിക്കിൾ 14 to 18. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം, ആർട്ടിക്കിൾ 19 to 22. ഈ 2 അവകാശമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കിയത്. നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.